ഗായ്സ് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഗായ്സ് ഒരു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ UPIയിലേക്ക് ഇൻസ്റ്റാൻ്റായിട്ട് മണി വിഡ്രോ ചെയ്യുന്നൊരു ആപ്ലിക്കേഷനെയാണ്. അപ്പം ജസ്റ്റ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 3 രൂപ 10 പൈസയാണ് ബോണസായിട്ട് കിട്ടുന്നത്. അതായത് 3 രൂപ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസായിട്ടും കിട്ടും. 10 പൈസ ഇതേപോലെ ഡെയിലി ചെക്കിൻ കാണാൻ പറ്റും. അവിടെ ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 10 പൈസ വെച്ച് നേടാൻ പറ്റും. അതേപോലെ തന്നെ 30ാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു 50 രൂപ അടുപ്പിച്ച് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഡെയിലി ചെക്കിൻ ഡെയിലി ഉള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി ചെക്കിൻ ചെയ്യുക. ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും നല്ല രീതിക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ എങ്ങനെയാണ് മണി ഏൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3.10 പൈസ, അത് 3 രൂപ സൈനപ്പ് ബോണസ് കിട്ടി. 10 പൈസ ഡെയിലി ചെക്ക് ചെയ്തതിലൂടെ കിട്ടി. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് കാണാൻ പറ്റും മൈ ഗോൾഡ്, MX പ്ലെയർ, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഓരോ ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നത്. അപ്പം 1500 രൂപ വരെ കിട്ടുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുകൊണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകും. അപ്പോൾ ഞാൻ മൈ ഗോൾഡ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ ഒരു 2 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ക്ലെയിം ചെയ്ത് കാണിക്കുക. അതിനായിട്ട് ഞാനിവിടെ മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലോട്ടൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈ ഗോൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡ്രാ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് റൂളെന്ന്. രജിസ്റ്ററിൻ്റെ താഴെ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 2 രൂപ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞൊരു കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ള പറഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവരെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 35 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗായ്സ് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം ഓപ്പൺ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്തതിന് ശേഷമാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത്. ജസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ നമ്മളിവിടെ ആൾറെഡി നമ്പർ കൊടുത്തു കഴിഞ്ഞു. OTPക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. OTP വന്നിട്ടില്ല. അപ്പം അഥവാ OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് OTP വരാതിരിക്കുക. എന്നാലും ഡിലേ ഒന്നുമില്ല. അതാ വന്നില്ലെങ്കിൽ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ റീസെറ്റ് OTP കൊടുത്തിട്ടുണ്ട്. അപ്പം മേളിൽ കാണാൻ പറ്റും OTP സെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ ഭാഗത്തുനിന്നും. അപ്പോൾ നമുക്കവിടെ OTP വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു OTP വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 6378 33 67 99 പറയുന്നത്. അപ്പം ജസ്റ്റ് OTP കൊടുത്തു. അപ്പം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക 2-3 സെക്കൻഡ് കഴിഞ്ഞ്. അപ്പം ഇൻവാലിഡ് OTP കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത് ഒരു OTP കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് OTP ആണ് കൊടുക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTP കൊടുക്കുക. ഫസ്റ്റ് OTP കൊടുക്കല്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTP കൊടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTP കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ് ആവുന്നതായിട്ട്. അപ്പോൾ ഇപ്പം പ്രോസസ്സ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സക്സസ് ആയിരിക്കുന്നു അവിടെ OTP. അപ്പം ഇത് സക്സസ് ആയിട്ട്. അപ്പം ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെയിം കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പിൻ കോഡ് കൊടുക്കുക. നെയിമും പിൻ കോഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കിടക്കാം. നിങ്ങളുടെ റിയൽ നെയിം കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക. അതിന് ശേഷം നെയിമും പിൻ കോഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പിൻ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 441 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി. വീണ്ടും 4 തവണ 1 കൊടുക്കുന്നു. അപ്പം ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പൈസ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പം
എനേബിൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണ്ട. ജസ്റ്റ് നോട്ട് നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഓഫർ കംപ്ലീറ്റഡ്, യു ഹാവ് കംപ്ലീറ്റഡ് മൈ ഗോൾഡ് ആൻഡ് ഏൺ ₹2. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ₹2 ലഭിച്ചിട്ടുണ്ട് ഓഫർ കംപ്ലീറ്റ് ചെയ്തത് പ്രകാരം. അപ്പോൾ നിങ്ങൾക്ക് വാലറ്റിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഗൈസ് അപ്പോൾ വാലറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ₹5 ആയിട്ടുണ്ട്. അപ്പോൾ ₹2 കൂടെ കിട്ടിയിട്ടുണ്ട്. ₹5 10 പൈസ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മണി ഏൺ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനായിട്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മണി ഏൺ ചെയ്തതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മൈ റിഡീം എന്ന് പറഞ്ഞ അപ്പുറത്തൊരു ഓപ്ഷൻ കാണാം. അപ്പം നിങ്ങൾ റിഡീം ചെയ്തതിൻ്റെ ഹിസ്റ്ററി അവിടെയും നിങ്ങളായിട്ട് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ മൈ റിഡീംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിഡീം ചെയ്ത്, അപ്പോൾ നമ്മളിവിടെ ഒന്നും റിഡീം ചെയ്തിട്ടില്ല, അതുകൊണ്ടൊന്നും കാണാം. അപ്പം വിഡ്രോ എന്ന് പറഞ്ഞ് മുകളിൽ കാണാം. അപ്പോൾ വിഡ്രോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ ₹10. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ UPI നെയിം കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ UPI ID കൊടുക്കുക. എത്ര കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണോ വിഡ്രോ ചെയ്യേണ്ടത്, അതോ ₹10,000 ₹10 തൊട്ട് ₹10,000 വരെ നിങ്ങൾക്ക് ഒരു ദിവസം വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം എമൗണ്ട് കൂടെ കൊടുത്തതിന് ശേഷം ട്രാൻസ്ഫർ മണി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് നിങ്ങളുടെ UPIയിലേക്ക് ഇതിൻ്റെ മണി ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മണി ഏൺ ചെയ്യുന്നത്. വീഡിയോ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ വീഡിയോ മാക്സിമം ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്തുള്ള ദിവസങ്ങളിൽ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിട്ടേക്കും. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.